In this video, we are going to study the topic not-for-profit organization, its meaning, characteristics, and the financial statements prepared by this organization. We all know profit making is the objective of every business organization, but there are some organizations whose main object is to render services to their members and to the community. They are mostly voluntary organizations which do not have profit motive and are called not-for-profit organizations or non-trading concern. നമുക്കറിയാം എല്ലാ സ്ഥാപനങ്ങളുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം സമ്പാദിക്കുക എന്നുള്ളതാണ്. പക്ഷേ ലാഭം ലക്ഷ്യമാക്കാതെ പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങളുണ്ട്. അങ്ങനത്തെ സ്ഥാപനങ്ങളിനെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുക. അവരുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് സർവീസ് റെൻഡർ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനത്തെ സ്ഥാപനങ്ങളിനെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോൺ ട്രേഡിംഗ് കൺസേൺ എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ക്ലബ്സ്, ചാരിറ്റബിൾ ഓർഗനൈസേഷൻ, ഹോസ്പിറ്റൽ. ഇതൊക്കെ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷന് എക്സാമ്പിൾസ് ആണ്. ഇനി നമുക്ക് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, റെൻഡറിങ് സർവീസ്. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാന എയിം എന്ന് പറയുന്നത് സർവീസ് റെൻഡർ ചെയ്യുക എന്നുള്ളതാണ്, സേവനം ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം. നെക്സ്റ്റ്, നോട്ട് ഫോർ പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി. അതിൻ്റെ പേരിലുള്ള പോലെ തന്നെ അത് ഒരു പ്രോഫിറ്റ് സീക്കിംഗ് എൻറ്റിറ്റി അല്ല എന്നുള്ളതാണ് അതിൻ്റെ രണ്ടാമത്തെ പ്രത്യേകത. തേർഡ് വൺ, നോ ട്രേഡിംഗ് ഓർ മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസ്. നമുക്കറിയാം അവിടെ ലാഭം സമ്പാദനം ലക്ഷ്യം അല്ല. അതുകൊണ്ട് തന്നെ അവിടെ ട്രേഡിംഗ് ആക്ടിവിറ്റിയോ അതല്ലെങ്കിൽ വേറെ മാനുഫാക്ചറിങ് ആക്ടിവിറ്റിയോ ഒന്നും കണ്ടക്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. വേറൊരു ക്യാരക്ടറിസ്റ്റിക്കാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ പ്രധാനപ്പെട്ട ഇൻകത്തിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഫ്രം മെമ്പേഴ്സ്. അതായത് മെമ്പർമാരിൽ നിന്ന് കിട്ടുന്ന വരിസംഖ്യ, അതേപോലെ തന്നെ ഗവൺമെൻറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഗ്രാൻഡ്, ഡൊണേഷൻ, ഇതൊക്കെയാണ് അവരുടെ പ്രധാനപ്പെട്ട സോഴ്സ് ഓഫ് ഇൻകം. ഫിഫ്ത്ത് ക്യാരക്ടറിസ്റ്റിക് ആണ് റിസൾട്ട് ഓഫ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റിസൾട്ട് അത് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും, അതല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. സർപ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകം കൂടുതലും എക്സ്പെൻസ് കുറവും ആവുമ്പോഴാണ് സർപ്ലസ് ഉണ്ടാവുക. നേരെ മറിച്ച് എക്സ്പെൻസ് ആണ് കൂടുതലെങ്കിൽ അവിടെ ഡെഫിസിറ്റ് ആണ് ഉണ്ടാവുക. സിക്സ്ത് ക്യാരക്ടറിസ്റ്റിക് ആണ് അവരുടെ ക്യാപിറ്റൽ ഫണ്ട്. അവർക്ക് ക്യാപിറ്റൽ ഫണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഓരോരുത്തരും ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നും നടത്തുന്നില്ല. ഈ സർപ്ലസ് ആണെങ്കിൽ അക്യുമുലേറ്റഡ് സർപ്ലസ്, അതായത് ഒരുപാട് വർഷം സർപ്ലസ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിങ്ങനെ കൂട്ടി വെച്ചിട്ട് അത് ക്യാപിറ്റൽ ഫണ്ടായി ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഡൊണേഷൻ, ഗ്രാൻഡ്, ലീഗസി, ഇതൊക്കെ ചേർത്ത് വെച്ചതാണ് ക്യാപിറ്റൽ ഫണ്ടായിട്ട് ഉണ്ടാവുക. പിന്നെ സെവൻത്ത് ക്യാരക്ടറിസ്റ്റിക് ആണ് നോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻസ്. അവിടെ ക്യാഷ് ട്രാൻസാക്ഷൻ മാത്രമേ നടത്തുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത. പിന്നെ അവർ എയ്ത്ത് ക്യാരക്ടറിസ്റ്റിക് ആണ് മെയിൻ്റനൻസ് ഓഫ് ക്യാഷ് ബുക്ക്. അവർ ക്യാഷ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്, അതേപോലെ തന്നെ അവർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സും പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അവർ പ്രധാനമായും 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫസ്റ്റ് വരുന്നതാണ് റെസിപ്റ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, സെക്കൻഡ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, തേർഡ് ബാലൻസ് ഷീറ്റ്. ഇനി നമുക്ക് അത് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. Receipt and payment account. Receipt and payment account is prepared by not-for-profit organization at the end of an accounting year in a sum
incorporating therein all cash receipts and payments appearing in the cash book. It is debited with all receipts of cash and credited with all payments of cash. Receipts and payment account not for profit organizations പ്രിപ്പയർ ചെയ്യുന്നത് ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറി എടുത്തുകൊണ്ടാണ്. അതായത് വർഷാവസാനം ക്യാഷ് ബുക്ക് എടുത്തുകൊണ്ട് അതിൻ്റെ ക്യാഷ് റെസീപ്റ്റ്സ് ഒക്കെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും അതേപോലെ ക്യാഷ് പേയ്മെൻറ്റ്സ് ഒക്കെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റ് സൈഡിലും എൻട്രി ചെയ്യും. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന അക്കൗണ്ടാണ് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ക്യാഷ് ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് അതിൻ്റെ ഒരു സമ്മറി എന്നുള്ള നിലയ്ക്കാണ് ഈ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് ഇറ്റ് ഈസ് എ റിയൽ അക്കൗണ്ട്. നമുക്കറിയാം ക്യാഷ് എന്ന് പറയുന്നത് ഒരു റിയൽ അക്കൗണ്ടാണ്. അതുകൊണ്ട് തന്നെ റെസീപ്റ്റ്സ് ഒക്കെ നമ്മൾ അതിൻ്റെ ഡെബിറ്റ് സൈഡിലും ക്യാഷ് ബുക്കിൻ്റെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് സൈഡിലും അതേപോലെ തന്നെ പേയ്മെൻറ്റ്സ് ഒക്കെ ക്രെഡിറ്റ് സൈഡിലും റെക്കോർഡ് ചെയ്യും. പിന്നെ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാഷ് ബുക്കിൻ്റെ ഒരു സമ്മറിയാണ്. പിന്നെ അക്കൗണ്ട് ബാലൻസ് ഉണ്ടായിരിക്കും. അതായത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ക്യാഷ് ബാങ്കിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് നമ്മളത് തുടങ്ങുന്നത്. അതേപോലെ അത് അവസാനിക്കുന്നത് റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് അവസാനിക്കുന്നത് ഒരു ക്ലോസിംഗ് ബാലൻസ് ആയിട്ടാണ്. അത് ക്യാഷ് ഇൻ ഹാൻഡോ അതല്ലെങ്കിൽ ക്യാഷ് അറ്റ് ബാങ്കോ ആയിരിക്കും. ബാങ്കിൻ്റെ കേസിൽ ഓവർ ഡ്രാഫ്റ്റും വരാവുന്നതാണ്. പിന്നെ വേറൊരു വ്യത്യാസമാണ് വേറൊരു ഫീച്ചറാണ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ. അവിടെ ക്യാപിറ്റൽ ആയിട്ടും റവന്യൂ ആയിട്ടും തമ്മിൽ ഒരു ഡിഫറൻസും കാണിക്കുന്നില്ല. എല്ലാ റെസീറ്റും അതേപോലെ തന്നെ എല്ലാ പേയ്മെൻറ്റ്സും നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. വേറൊരു പ്രത്യേകതയാണ് ഓൾ ക്യാഷ് ഐറ്റംസ് ഇൻക്ലൂഡഡ്. അതേപോലെ തന്നെ എല്ലാ ഐറ്റവും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് കറൻറ്റ് ഇയർ ആണോ പ്രീവിയസ് ഇയർ ആണോ അതേപോലെ സക്സീഡിങ് ഇയർ ആണോ എന്നൊന്നും കൺസിഡർ ചെയ്യുന്നില്ല. എല്ലാ ഐറ്റവും അതിൽ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നുണ്ട്. വേറൊരു പ്രത്യേകതയാണ് നോ അഡ്ജസ്റ്റ്മെൻറ്റ്സ് മെയ്ഡ്. അതിൽ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് തയ്യാറാക്കുന്ന സമയത്ത് ആക്ച്വൽ റെസീറ്റ്സും അതേപോലെ തന്നെ ആക്ച്വൽ പേയ്മെൻറ്റ്സ് മാത്രമേ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവിടെ ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരിക്കാം, അക്രൂഡ് ഉണ്ടായിരിക്കാം, അതേപോലെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒക്കെ ഉണ്ടായിരിക്കാം. ഇങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും നമ്മൾ റെസീറ്റ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ കാണിക്കുന്നില്ല എന്നുള്ളത് അതിൻ്റെ വേറൊരു പ്രത്യേകതയാണ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസീറ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഫീച്ചേഴ്സ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. An income and expenditure account is a nominal account prepared by not-for-profit organization to ascertain the surplus or deficit by entering items of revenue nature of a particular accounting period. So, income and expenditure account എന്ന് പറഞ്ഞാൽ not-for-profit organizations അവർക്ക് എന്താ പറയുക അവരുടെ റിസൾട്ട് അറിയുന്നതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ്. അവരുടെ ബിസിനസ് അവരുടെ ആക്ടിവിറ്റീസിൽ നിന്ന് അവർക്ക് എന്ത് റിസൾട്ടാണ് ഉണ്ടായതെന്ന് അറിയാൻ വേണ്ടി ആണ് അവർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സാധാരണ ട്രേഡിംഗ് കൺസേൺ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ത് ആവശ്യത്തിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് അതേപോലെ തന്നെ അതേ ആവശ്യത്തിനാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ സർപ്ലസ് ആയിരിക്കും അതല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കും. റെസീറ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ്. ഫസ്റ്റ് ഇറ്റ് ഈസ് എ നോമിനൽ അക്കൗണ്ട്. അതൊരു നോമിനൽ അക്കൗണ്ടാണ്. നോമിനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകവും എക്സ്പെൻസസും മാത്രമേ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് നോ ഓപ്പണിംഗ് ഓർ ക്ലോസിംഗ് ബാലൻസ്. അവിടെ ഓപ്പണിംഗ് ബാലൻസോ ക്ലോസിംഗ് ബാലൻസോ ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സർപ്ലസ് ആയി കഴിഞ്ഞാലും ഡെഫിസിറ്റ് ആയി കഴിഞ്ഞാലും അത് ക്യാപിറ്റൽ ഫണ്ടിൻ്റെ കൂടെ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന് ഓപ്പണിംഗ്
ക്ലോസിംഗ് ബാലൻസോ ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ഫീച്ചറാണ് ഓൺലി റവന്യൂ ഐറ്റംസ് റെക്കോർഡഡ്. നമുക്കറിയാം റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ എല്ലാ ഐറ്റവും നമ്മൾ റെക്കോർഡ്, ക്യാപിറ്റൽ ആണോ റവന്യൂ ആണോ ഒന്നും കൺസിഡർ ചെയ്യാതെ എല്ലാ ഐറ്റവും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും റവന്യൂ ഐറ്റംസ് മാത്രം എടുത്തിട്ട് നമുക്കറിയാം റെസിറ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ എല്ലാ ഐറ്റവും ക്യാപിറ്റൽ ആണോ റവന്യൂ ആണെന്നും നോക്കാതെ എല്ലാ റെസീറ്റ്സും എല്ലാ എക്സ്പെൻസസും എല്ലാ പേയ്മെൻറ്റ്സും നമ്മൾ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അതിൽ നിന്നും റവന്യൂ ഐറ്റംസ് മാത്രം ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ എടുക്കുന്നത്. ക്യാപിറ്റൽ ഐറ്റംസ് എല്ലാം നമ്മൾ ബാലൻസ് ഷീറ്റിലാണ് എടുക്കുന്നത്. വേറൊരു പ്രത്യേകതയാണ് ഓൺലി കറണ്ട് ഇയർ റവന്യൂ ഇൻക്ലൂഡഡ്. അപ്പോൾ നമുക്ക് കിട്ടിയ റെസീറ്റിലും പേയ്മെൻറ്റിലും കറണ്ട് ഇയറിൻ്റെ ഉണ്ടായിരിക്കാം, പ്രീവിയസ് ഇയറിൻ്റെ ഉണ്ടായിരിക്കാം, അതേപോലെ തന്നെ സക്സീഡിങ് ഇയറിൻ്റെ എല്ലാം ഉണ്ടായിരിക്കാം. അതിൽ നിന്നും കറണ്ട് ഇയറിൻ്റെ റവന്യൂ മാത്രമേ നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്നുള്ളൂ. അതാണ് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചർ. വേറൊരു ഫീച്ചറാണ് പ്രൊവിഷൻസ് മെയ്ഡ്. നമ്മളിപ്പോൾ കറണ്ട് ഇയറിൽ തന്നെ നമ്മൾ സബ്സ്ക്രിപ്ഷൻ ഇനിയും കിട്ടാനുണ്ടായിരിക്കാം, അതേപോലെ തന്നെ എക്സ്പെൻസസ് ഇനിയും കൊടുക്കാനുണ്ടായിരിക്കാം, അങ്ങനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സർപ്ലസ് എത്രയാണ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇനി നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. Balance sheet is prepared in the same manner and with the same objective as that of a profit-seeking entity. It is prepared to ascertain the financial position as on the close of an accounting year. അപ്പോൾ സാധാരണ ഒരു ട്രേഡിംഗ് കൺസേൺ എങ്ങനെയാണോ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഏത് ലക്ഷ്യത്തിനാണോ നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, അതേ ആവശ്യത്തിന് തന്നെയാണ് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനും ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അക്കൗണ്ടിങ് ഇയറിൻ്റെ അവസാനം നമ്മുടെ സ്ഥാപനത്തിന് അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ അതിന് ലയബിലിറ്റി സൈഡും അസറ്റ് സൈഡും ഉണ്ടായിരിക്കും. ലയബിലിറ്റി സൈഡ് നമ്മൾ അതിന് ക്യാപിറ്റൽ ഫണ്ട് എത്രയാണുള്ളത്, അതിൻ്റെ കൂടെ നമ്മൾ സർപ്ലസ് എത്രയാണുള്ളത് വെച്ചാൽ അത് ആഡ് ചെയ്തിട്ട് അത് കാണിക്കും. അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിങ് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതൊക്കെ കാണിക്കും. അതേപോലെ അസറ്റ് സൈഡിന് അതിന് എത്രത്തോളം അസറ്റ്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ കാണിക്കും.